നിങ്ങളുടെ ഭാവി തുലാസിലാണ്. നിങ്ങളുടെ ഭാവി തുലാസിലാണ്. നിങ്ങളുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങളുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങളുടെ ഭാവി ഇതിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഭാവി തുലാസിലാണ്. നിങ്ങൾ ആരെങ്കിലും ആസ്ട്രോടോക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യത്തിന് ഉത്തരം വേണം. ചോദ്യത്തിന് ഉത്തരം വേണം. ഞാൻ നിങ്ങളുടെ ഭാവി പ്രവചിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ജ്യോത്സ്യന്മാരുടെ പരമ്പരാഗത ജ്യോത്സ്യന്മാരുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കച്ചവടം പൂട്ടി. കാരണം കടപൂട്ടി. ഈ കോഴ്സ് കോളേജിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പഠിച്ച ആളാ. ഞാൻ MA-യും BA-യും അസ്ട്രോളജി പഠിച്ച ആളാ. കേരള സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ച് കേരള സംസ്കൃത സർവകലാശാല ഈ കോഴ്സ് വന്നു. അല്ല, നിങ്ങളുടെ ഈ നിങ്ങൾ അർത്തോഡോക്സ് ഒന്നുമല്ല. നിങ്ങളുടെ ഈ പറച്ചിലുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പഠനം ഞങ്ങളുടെ നാട്ടില് എന്റെ ചെറുപ്പത്തില് ഒരു മായിങ്കാക്കുണ്ടായിരുന്നു. മായിങ്കാക്കക്ക് മാത്രമേ കാളവണ്ടിയുള്ളൂ അവിടെ. അപ്പൊ ഈ മായിങ്കാക്ക് മാത്രമേ കാളവണ്ടി. അന്ന് ലാംബി ഓട്ടോ ഒക്കെ ഉള്ള സമയമാണ് എന്റെ ചെറുപ്പത്തില്. അപ്പൊ ഇതിനെ കുറിച്ച് കഥ പറഞ്ഞത് വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയപ്പോ ഇദ്ദേഹം പറഞ്ഞു, അതൊന്നും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ പണ്ട് ഞാൻ 35 കൊല്ലമായിട്ട് കാളവണ്ടി ഓടിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞ ഈ അവസ്ഥ ആസ്ട്രോഡോക്സ് സാധാരണ ജീവിതത്തിൽ ഒരു മിനിറ്റ് പറയട്ടെ. ജ്യോതിഷം മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു ചൊവ്വയും ഒരു രാഹുവും വന്ന് രാവിലെ നടന്നു പോകുന്നവന്റെ തലേ വീണ് ചത്തുപോകുമെന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ല. തൽ സൂചയന്തീഹ ജന്മനി, ജന്മജന്മാന്തരങ്ങളിൽ നീ ചെയ്തിട്ടുള്ള ഇന്ന കർമ്മങ്ങൾക്ക് ഈ ഓരോ രാശികളിലും വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ നിനക്ക് ഇന്ന ഫലങ്ങൾ ഇന്ന കാലങ്ങളിൽ തരും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. സ്വാധീനിക്കും. അതെ അതെ. പിന്നെ രണ്ടാമത് ഒരു രാശി 12 രാശിയെ ഒരു മനുഷ്യന്റെ കാലാങ്കാനി എന്ന് പറയുന്ന നിയമം അനുസരിച്ച് ശിരസ് മുതൽ പാദം വരെയാണ്. ഒരു മനുഷ്യന്റെ ശിരസ് മുതൽ പാദം വരെയാണ് 12 രാശികൾ കൽപ്പിക്കപ്പെടുന്നത്. അതിലെ ഒന്നാമത്തെ രാശി ലഗ്നം അല്ലെങ്കിൽ ശരീരം എന്ന് പറയും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറവുകളും കൂടുതലും മനസ്സിലാക്കുന്നു. 2-ാം ഭാവം കൊണ്ട് വാക്ക്, കുടുംബം, ധനം. 3-ാം ഭാവം കൊണ്ട് സുഹൃത്ത്, സഹായം. 4-ാം ഭാവം കൊണ്ട് വീട്, വാഹനം, അമ്മ. 5-ാം ഭാവം കൊണ്ട് സന്താനം, മനസ്സ്. 6-ാം ഭാവം കൊണ്ട് ശത്രു. 7-ാം ഭാവം കൊണ്ട് ഭാര്യ, വിവാഹം. 8-ാം ഭാവം കൊണ്ട് ആയുസ്, മരണം, രോഗം. 9-ാം ഭാവം കൊണ്ട് ഭാഗ്യം. 10-ാം ഭാവം കൊണ്ട് കർമ്മം. 11-ാം ഭാവം കൊണ്ട് ലാഭം. 12-ാം ഭാവം കൊണ്ട് നഷ്ടം, മോക്ഷം. ഇതിന് കൃത്യമായി ചിന്തിക്കുന്നതിന് പ്രമാണ സഹിതമായിട്ടുള്ള നിയമമുണ്ട്. ആരുടെ വേണേലും കൊണ്ടുപോവാ, പറഞ്ഞുതരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.